റിയാസ് KMR നമ്മുടെ വേദിക്ക് മുൻപിൽ കൊച്ചു കുരുന്നുകളെ വേദിയിൽ നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. അതിഥികൾ ആരൊക്കെയാണ്? ഒപ്പനക്കുട്ടികളാണെന്ന് തോന്നുന്നു. എന്താണ് ഇവരുടെ വിശേഷങ്ങൾ? തീർച്ചയായും ഇതാ എൻ്റെ കൂടെ മണവാട്ടിയുണ്ട്, മണവാട്ടിയുടെ തോഴിമാരുണ്ട്. അങ്ങനെ ഒരു വർണ്ണാഭമായ ഒരു ഫ്രെയിം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സുന്ദരികളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഒരു സാധാരണ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു സുന്ദരൻ അങ്ങനെ പറയാം. ഒരു സുന്ദരനും കുറെ സുന്ദരിമാരും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ മണവാട്ടിയുടെ പേരെന്താ? നജിഷ. ഞാൻ ടീച്ചറാ പഠിപ്പിച്ച അൽഫിയ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ടീച്ചറാണോ പഠിപ്പിക്കുകയാണ് ഇവരെ? ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചറാ. പെട്ടെന്ന് സ്റ്റുഡന്റ് അല്ലേ? എന്താ പേര്? ജാനകി. നക്ഷത്ര. ഒന്ന് പേര് പറയൂ. ഗായത്രി. അഷ്ടമി. സൗമ്യ. എന്താ പേര്? ആഫിയ. ജന. ഐശ്വര്യ. സ്നേഹ. അങ്ങനെ കൊച്ചുമിടുക്കികളായിട്ടുള്ള ജനിഷയല്ലേ അല്ലേ? നജിഷയുടെ നേതൃത്വത്തിൽ ഇതാ ഒരു ടീം. അങ്ങനെ തന്നെ ഇവര് ഒപ്പന കളിച്ച് ഇവര് കെങ്കേമമായിട്ട് A ഗ്രേഡ് സ്വന്തമാക്കി അല്ലേ? ഏതാ സ്കൂൾ? ഏതാ? തഴവ ബോയ്സ് ആദിത്യവിലാസം ബോയ്സ് ഹൈസ്കൂൾ തഴവ. കൊല്ലം തഴവയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലത്തായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നിങ്ങൾ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാ. അടുത്ത കൊല്ലം പൊളിക്കണ്ടേ നമുക്ക്? പിന്നെ വിളിക്കണം. എത്രാം ക്ലാസ് പഠിക്കുന്നതല്ലേ? ഞാൻ 10ല്. പിന്നെ 8 പഠിക്കുന്ന ആൾക്കാരുണ്ട്, 9 പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഇനിയും എല്ലാവർക്കും അവസരമുണ്ട് കലോത്സവത്തിൽ അല്ലേ? യെസ്. അങ്ങനെ അവസരങ്ങളുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ നമുക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടാലോ അല്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒപ്പന പ്രകടനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത് മൈക്ക് നല്ല അടുത്ത് വെച്ച് കാണണേ. ഈ മൈക്ക് നല്ല അടുത്ത് വെക്കണേ. ഇവിടെ അടുത്ത് കയറി മികവാല് ചെയ്യാൻ പറ്റുമല്ലോ. 2, 3 സ്റ്റാർ. മികവാലി മർഹബ പാടി നിരം മനമാകി അശകായി കൂടി അതിതാരിൽ കിനാവാലി ചൂടി രാവിൽ അനവായി ഹബീബോരെ തേടി വമ്പരി വമ്പുകൾ അമ്പിളി എമ്പമിൽ മുമ്പിൽ കാമാനേ ചൊങ്കുകൾ തിങ്ങിയ റങ്കുളി തങ്ങളിൽ വിങ്കിയ ഭംഗി മാലാണേ കലക്കി എന്ന് പറയാം. കാരണം നിങ്ങളുടെ ഈ ഒരു ചിരിയും കളിയൊക്കെ കണ്ടിട്ടേ A ഗ്രേഡ് തന്നിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അത്രയും നല്ല ആരെയും വിളിക്കുന്നുണ്ട് ഇടയിലല്ലേ? കോള് വന്നോ? അതെ, നമ്മുടെ ഈ മണവാട്ടിയുടെ കൂടെയുള്ള തോഴിമാരിൽ ഒരാൾക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു അല്ലേ? ആരെ വിളിച്ചേ? മുത്താപ്പ വിളിച്ചു. A ഗ്രേഡ് കിട്ടിയത് അറിഞ്ഞിട്ടാണ്. ഇപ്പൊ ലൈവ് കാണുന്നുണ്ടോ? അറിയത്തില്ല. മൂത്താപ്പ ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഞങ്ങളുടെ വക കേട്ടോ. അപ്പോൾ മൂത്താപ്പ അവിടെ ഇരുന്ന് ലൈവാണ്. ഇതേ മക്കളൊക്കെ A ഗ്രേഡ് നേടി വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ വലിയ സ്വീകരണം വേണമല്ലേ? എല്ലാവർക്കും വേണം. പിന്നെ A ഗ്രേഡ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് ഒക്കെ നേടി വരുമ്പോൾ ആ വലിയ സ്വീകരണം ഇല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ? ഇനിയിപ്പോൾ ഇതിൽ മറ്റ് ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുള്ള? അയാളൊന്ന് മൈക്കൊക്കെ അടുത്ത് പിടിക്കുന്നേ. എന്താ പേരെന്താ? ഗായത്രി. എപ്പോഴാ ഇനിയിപ്പം മത്സരിക്കുന്ന? എപ്പോഴാ? ചൊവ്വാഴ്ച. ഏതാ ഇനം? സംസ്കൃത ഗാനാലാപനം. പാട്ട് പാടും? ഒരു പാട്ട് പാടിയ നമുക്ക് വേണ്ടിയിട്ട്. മലയാളം ഒരു സിനിമ പാട്ടായാലും മതി.
അടുത്താള് പാടും. ഏതോ ഒരു മലയാളം സിനിമ പാട്ട് പാടി. എന്താ പാടുന്ന ആളുടെ പേരെന്താ? അയ്യോ, മൈക്കിലൂടെ. സൗമ്യ. ഞാനും കേട്ടില്ല, നാട്ടുകാരും കേട്ടില്ല. സൗമ്യ അല്ലേ? ഓക്കെ. സൗമ്യ ഒരു പാട്ട് പാടി. സൗമ്യ ഏത് പാടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് സൗമ്യ ഉള്ളത്. എങ്ങനെ പാടുന്നു? തുടങ്ങാം. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും നീതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ ഇഞ്ചീവനേ. അരെ വാ, ഗംഭീരല്ലേ? എല്ലാരും കൈയടിച്ചു, കലക്കി തിമിർത്തു. അപ്പൊ ഇനിയും നിങ്ങൾ പാടണം, ഇനിയും കളിക്കണം, ഡാൻസ് ചെയ്യണം, ഒക്കെ ചെയ്യണം, ഒപ്പന കളിക്കണം കേട്ടോ. കാരണം കല എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരു ആസ്വാദനത്തിന്റെ മേഖല അല്ലേ? വെറും ടെൻഷൻ മാത്രം മതിയോ? പോരാ അല്ലേ? ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ശാരദാ മുരളീധരൻ. അവർ പറഞ്ഞത് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കേട്ടോ. കലയായിരിക്കണം ലഹരി, വേറൊന്നും ആവരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.